ഹായുടെ മക്കളെ എല്ലാവർക്കും സുഖല്ലേ. അപ്പൊ ഞാൻ 10ാം ക്ലാസ് കെമിസ്ട്രിയുടെ ബേസിക് ക്ലാസ്സുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഈ വർഷം SLC എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബേസിക് ക്ലാസ് തയ്യാറാക്കേണ്ടത്. മക്കളെ, ബേസിക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ് കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കാനുള്ളത് നമുക്ക് അത് നോക്കിക്കോ. 10ാം ക്ലാസ് കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 2 പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതില് ഒന്നാമത്തെ പാർട്ട് ടെക്സ്റ്റ് ചാപ്റ്റേഴ്സ് ആണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ്. അതാണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത്. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് സമൂഹങ്ങളുടെ രാസപ്രവർത്തനം. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നതാണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് പീരിയോഡിക് ടേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നാലാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, അതായത് വാതക നിയമങ്ങളും കോൺസെപ്റ്റും. നമ്മൾ കാര്യം ശ്രദ്ധിക്കണം, ഈ 4 ചാപ്റ്ററിലെ ആദ്യത്തെ 3 ചാപ്റ്റർ ആണ് നിങ്ങളെ ഓണം എക്സാമിന് വരുന്നത്. ഓക്കെ, ഓണം എക്സാമിന് വരുന്ന ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് ഏത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ്, കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇനി നാലാമത്തെ ചാപ്റ്റർ ഓൾറെഡി പറഞ്ഞു ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾസും. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രോ കെമിസ്ട്രി അഥവാ വൈദ്യുത രസതന്ത്രം. ആറാമത്തെ ചാപ്റ്റർ മെറ്റൽസ് അഥവാ ലോഹങ്ങളും. ഏഴാമത്തെ ചാപ്റ്റർ ആണ് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇനി ക്രിസ്മസ് എക്സാമിന് വരുന്ന സമയത്താണെങ്കിൽ ഈ ആദ്യത്തെ 3 ചാപ്റ്റർ പിന്നെ ഇലക്ട്രോ കെമിസ്ട്രി വരെയാണ് ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഓക്കെ, സോറി, ഇലക്ട്രോ കെമിസ്ട്രി വരെയല്ല, പിന്നെ മെറ്റൽസ് വരെ ഉണ്ടാവും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത്. ഇനി ഫൈനൽ എക്സാമിന് 1 മുതൽ 7 ചാപ്റ്റേഴ്സ്, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നോക്കൂ മക്കളെ, ഇനി ഫൈനൽ എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഓരോ ചാപ്റ്റർ വെയിറ്റേജ് നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ 6 മാർക്കാണുള്ളത്. ഓക്കെ, 6 മാർക്കാണ് ഉള്ളത്. ഇനി കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 5 മാർക്കും, ഈ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ 6 മാർക്കും, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എഗെയിൻ 6 മാർക്കാണ്. ഇലക്ട്രോ കെമിസ്ട്രിക്കും മെറ്റൽസിനും 5 മാർക്ക് വീതമാണ്. ലാസ്റ്റ് സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസിന് 7 മാർക്കും കൂടി ഉണ്ട്. ഓക്കെ, ക്രിസ്മസ് എക്സാമിനായാലും ഓണം എക്സാമിനായാലും ഇതിന്റെ വെയിറ്റേജ് മാറ്റം ഉണ്ടാവും, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഫൈനൽ എക്സാമിന്റെ വെയിറ്റേജ് ആണ് നമുക്ക് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ഓരോ ചാപ്റ്ററുമായിട്ട് ബേസിക്സ് ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് ഐസോമേഴ്സും കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സും എന്ന ചാപ്റ്റർ ബേസ് എന്ന് പറഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങളുടെ ഓർഗാനിക് കെമിസ്ട്രി തന്നെയാണ്. പിന്നെ പീരിയോഡിക് ടേബിളിന്റെ ആയാലും ഗ്യാസ് ലോസിന്റെ ആയാലും ഇലക്ട്രോ കെമിസ്ട്രി ആയാലും ഒക്കെ ബേസിക്സ് ഞാൻ കൃത്യമായിട്ട് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് മക്കളെ എനിക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോ പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞിരുന്നു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ തന്നെ അതൊന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ഏകദേശം ചാപ്റ്റേഴ്സ് ധാരണ കിട്ടിയല്ലോ. ബാക്കി നമുക്ക് ബേസിക് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നിങ്ങളോട് ഇന്നലൊക്കെ പറയാനുള്ളത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം മക്കളെ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഓൾ ദ ബെസ്റ്റ്.